ഓ, ഇതുപോലത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ കോസ്റ്റ്യൂമിലാണോ വരേണ്ടത്? നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? എനിക്ക് ചിരി വരിക. അല്ല, നിങ്ങൾക്ക് എന്തായി സംഭവിച്ചത്? എന്തിനാ എന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ ഇത്? ഞാനത് ഇവിടെയാണല്ലോ വെച്ചിരുന്നത്. ആരാ എവിടുന്നത് എടുത്തത്? ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്. അത് കാണുന്നില്ലല്ലോ. സാം, ഞാൻ വെച്ചിരുന്ന ഒരു സാധനം കാണുന്നില്ല. എല്ലായിടത്തും തെരഞ്ഞു നോക്കി ആരോ കൊണ്ടുവന്നറിയില്ല. നീ അത് കണ്ടില്ല? ജീൻസ് കാട്ട് കൂടി കാണുന്നില്ല. അല്ല, അവൾ എവിടെ പോയി? അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ എന്റെ സ്കേർട്ടാണ് വേണ്ടത്. അവള് വന്നിട്ട് തെരഞ്ഞു നോക്കാം. അവളില്ലാത്തപ്പോ തെരയുന്നത് തെറ്റാണ്. നിനക്ക് നിന്റെ സാധനം ആവശ്യമുണ്ടെങ്കിൽ അന്വേഷിച്ചോ. ഓ, എന്നാ നമുക്കൊന്ന് നോക്കാം. നമ്മളറിയാതെ ഈ കോസ്റ്റ്യൂം അവൾ എപ്പോഴാ വാങ്ങിച്ച? ഇതുവരെ ഞാൻ ഈ കോസ്റ്റ്യൂം കണ്ടിട്ടേ ഇല്ല. ഇതെന്താണ്? പേഴ്സണൽ ഡയറി വായിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് വായിക്കണ്ട. നീ എന്താ പറയുന്നത്? ഇതിന്റെ കവർ ഗ്രീൻ കളർ അല്ലേ? ഗ്രീൻ എന്ന് വെച്ചാ ഓക്കെ അല്ലേ? ഈ മണ്ടി അലക്സ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. അവളുടെ കരാട്ടെ എനിക്ക് തീരെ ഇഷ്ടല്ല. സാമി പാടുന്ന പാട്ട് കേട്ടോ തനിക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ ഞാൻ സഹിച്ചങ്ങ് മിണ്ടാതെ നിൽക്കും. ഇത്ര ചീപ്പായിട്ട് ബിഹേവ് ചെയ്തു ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മുറി കയറിയത് തന്നെ തെറ്റാണ്. എന്റെ ഡയറി വേറെ എടുത്ത് പഠിക്കുകയാണോ നിങ്ങള്? ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഞാനിത് പ്രതീക്ഷിച്ചതല്ല. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ടോപ്പ് എങ്ങനെയാണ്? എന്റെ ജീൻസ് കട്ടില്ല അത്. നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതൊക്കെ പറയുന്ന എന്റെ ഡയറി ഇങ്ങ് തിരിച്ചു തന്നെ. എന്റെ ജീൻസ് കട്ട് പറഞ്ഞത്. ഞാൻ വല്ലാണ്ട് ദേഷ്യത്തിലാണ്. മര്യാദയ്ക്ക് എന്റെ ഡയറി ഇങ്ങ് തിരിച്ചതാ. ആദ്യം ഞങ്ങളുടെ സാധനങ്ങൾ തിരിച്ചതാ, എന്നിട്ട് നിനക്ക് തരാം. സത്യം പറഞ്ഞ എനിക്ക് വേദന സഹിക്കുന്നില്ല. എല്ലാം നനഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഞാൻ വെറുതെ വിടില്ല നിങ്ങള്. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചതിൽ ക്ഷമിക്കണം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഒരു ദിവസം എത്ര പേർ മിസ്സാവുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം കാണാതെ പോയത് ഈ പയ്യനാണ്. അവന് കാണാൻ അടിപൊളിയാ, സുന്ദരനാ. ശരി, അടുത്തത് ആരാണെന്നറിയാമോ? ഇവന് നല്ല സ്മാർട്ടാണ്, സുന്ദരനാണ്. അങ്ങനെയാണോ പറയുന്നത്? ശരി, മൂന്നാമത്തെ ആളെ കാണിക്കാം. ദാ ഇവനാണ്. ഇവനെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഓ, അതിസുന്ദരൻ. 3 പേരിലെ ഇവനാണ് ഏറ്റവും സുന്ദരൻ. നന്നായിട്ടുണ്ട് ജെറി. നിങ്ങളോട് മിഷനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ആവശ്യം? ചോദിച്ചോട്ടെ, ആ ആദ്യത്തെ ചെറുക്കൻ്റെ കൂടെ ഫ്രണ്ട് ആവണം ജെറി. ഞാൻ മറന്നുപോയി. ഞങ്ങൾ നിന്റെ കൂടെ വഴക്കില്ല, ഓർമ്മയുണ്ടല്ലോ? ഈ വൂപ്പ് ഏജൻസിന്റെ അകത്ത് കയറിയെങ്കിൽ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ മറക്കണം. ഇങ്ങോട്ട് നോക്കൂ. ശരി, ഞങ്ങൾ എങ്ങോട്ടാ പോണ്ടത്? അതാദ്യം പറയൂ ജെറി. ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ട കാര്യമില്ല. എപ്പോഴും പോലെ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും. അത് നോക്കി നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയാ മതി. ഞാൻ പോവാൻ തയ്യാറായിരിക്കാം. സത്യം പറഞ്ഞ ഞാൻ എപ്പോഴും തയ്യാറാണ്. ഞാനാണ് ആദ്യം പോവാൻ പോകുന്നത്. കാരണം എനിക്ക് ചെറുക്കിനെ ഒരുപാട് ഇഷ്ടമായി. പക്ഷെ ഇവളുമാരുടെ കൂടെ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമാവാത്തത്. സംസാരം കുറച്ച്, ജോലി കൂടുതൽ നോക്കണം. ഗ്ലാഡസ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരും, പോയി വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. എപ്പോഴും നിങ്ങൾ ഇടുന്ന സൈസ് ഷൂസ്. പിന്നെ സാധാരണ പോലെയല്ല, ഇതൊരു പുതിയ മോഡലുമാണ്. ഇത് സാമിക്ക് വേണ്ടിയാണ്. പിടിച്ചോളൂ. ഇത് കണ്ടിട്ട് നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടമായി, പക്ഷെ എനിക്ക് വേണ്ട. അതെ, ഇത് നിങ്ങൾ ക്ലോവറിന് കൊടുത്തേക്ക്. ഇത് കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. സത്യം പറഞ്ഞ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ അവര് വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ മാത്രം എങ്ങനെ എടുക്കും? ജംഗ്ഷനിൽ റെഡി ആയിക്കോളൂ ഗേൾസ്. ഞാൻ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്.
സമ്മതിച്ചില്ല. നിനക്ക് എന്താ പറ്റി, ക്ലോവർ? ഇത് കണ്ടില്ലേ, അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത്. എന്തൊരു ഭംഗി. അത് 6 പാക്ക് ആണോ 8 പാക്ക് ആണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഭാഗ്യോ ഞാൻ അവനെ കണ്ടത്. അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന പൊളിഞ്ഞ കോമഡി പോലെ ഉണ്ട്. ഗേൾസ്, നമ്മൾ എങ്ങനെയാ പോണ്ടേന്ന് ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഓക്കേ, നമുക്കിപ്പൊ തന്നെ ഇവിടുന്ന് പുറപ്പെടണം. അല്ല, ഞാൻ പോയി ഒരു ഓട്ടോഗ്രാഫെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം. ഒരു 10 മിനിറ്റ് സമയം തന്നാ മതി. ഞാൻ ഓടിപ്പോയി വാങ്ങിട്ട് വന്നേക്കാം, പ്ലീസ്. ഞാൻ പോവാ. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോണെന്ന് അറിയാമോ? സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നവർക്കൊക്കെ എന്താ സംഭവിച്ചത്? അവർക്കൊന്നും പറ്റി കാണില്ല, മിണ്ടാതിരിക്കും. മനുഷ്യർക്ക് അതിൽ നിന്ന് എണീക്കാൻ പറ്റില്ല. പക്ഷെ ഇവരെങ്ങനെയാ അതിൽ നിന്ന് എണീറ്റ് നടന്നു പോകുന്നേ? അതിനർത്ഥം ഇവര് മനുഷ്യരല്ല എന്നതാണ്, അലക്സ്. മനുഷ്യരല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ആരാ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ഇവിടെ ഓടാം. ഈ മിഷൻ ഇവിടെ വരേണ്ടതായിരുന്നില്ല. എനിക്കിത് ഒട്ടും ഇഷ്ടമാവുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. രക്ഷിക്കണേ, രക്ഷിക്കണേ. അത് കണ്ടോ നിങ്ങള്? അയ്യോ വേണ്ട, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട്. എങ്കിലും സാരമില്ല, വേറെപ്പോ എന്ത് ചെയ്യാനാ? ശരി, വാ നമുക്ക് പോവാം. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനെ അവർ കൊണ്ടുപോകുന്നത്. നിങ്ങൾ എന്നെ സഹായിച്ചോ? ഇതിന് ശേഷമല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കാറുന്നത്? നമുക്ക് സ്കൂളിന് ടൈമായി. ഇപ്പൊ നമുക്ക് ഇത് മാത്രം ഇവിടുന്ന് കൊണ്ടുപോകാം. ഇത് നമുക്ക് ഹോപ്പ് റിസർച്ചിലേക്ക് കൊടുത്തേക്കാം. എനിക്കിന്ന് ഒട്ടും വിശപ്പില്ല. എനിക്കും അതെ. നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഗ്ലാഡിസ് അത് കണ്ടുപിടിച്ച ജെറിയോട് പറഞ്ഞു കൊടുക്കും. എന്തിനാ ഈ പൊല്ലാപ്പൊക്കെ? ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കഴിക്കാന്നേ. അവളവിടെ പോയി? എനിക്കറിയില്ല. അവനെ കാണാതായതിനു ശേഷം അവള് വല്ലാതെ വിഷമത്തില്ല. ഞാനും വിഷമത്തിലാണ്. എന്നെ വിട്ടിട്ട് നിങ്ങൾ മാത്രം കഴിക്കാൻ വന്നു അല്ലേ? ഇത് എനിക്ക് സങ്കടം വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാകാതായോ? എന്നെ കുറിച്ച് ഡയറിയിൽ നിന്ന് എന്തിനാ അങ്ങനെ എഴുതിയ? അത് അറിയാതെ ചെയ്താന്ന് വിചാരിച്ചു ക്ഷമിച്ചൂടെ? നമുക്ക് ക്ഷമിച്ചാൽ എന്താ? എനിക്കതൊന്നും അറിയില്ല. വീണ്ടും അവൾ ഇതുപോലെ ചെയ്യില്ല എന്ന് എന്താ ഉത്തരവാദിത്തം ഉള്ളത്? നീ എന്നെ പറ. എന്റെ പേഴ്സണൽ ഡയറി എടുത്ത് വായിച്ചത് നിങ്ങളുടെ തെറ്റാണ്. അപ്പൊ അതിന് ഞാൻ ദേഷ്യപ്പെടാതെ വേറെ ആരാ ദേഷ്യപ്പെടുന്നത്? ഹായ്, ഇത് ഞാൻ എഴുതിയതാ. വേഗം സന്തോഷത്തോടെ വായിച്ചു നോക്ക്. ക്ലോവർ സീക്രട്ട് വെളിപ്പെടുത്തുന്നു. എന്താ ഈ ബുക്കിന്റെ അർത്ഥം? എന്താ ഇത്? ഇതിൽ എന്നെ കുറിച്ച് എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. എത്ര കോപ്പിയാണ് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്? നിന്നെ ഞാൻ ജീവനോട് വിട്ടാലില്ലേ നീ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന? അടുത്തുള്ളവരുടെ പേഴ്സണൽ കാര്യം ഇങ്ങനെ ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്ത് വിൽക്കാൻ നിനക്ക് നാണമില്ലേ? സോറി, മറ്റുള്ളവരെ കുറിച്ചൊന്നും ഞാൻ എഴുതില്ല. നിന്നെ കുറിച്ച് മാത്രമേ എഴുതൂ. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ല. സാം, വളരെ നന്ദി ഈ പുസ്തകം എനിക്ക് തന്നതിന്. നിനക്ക് വിശക്കുന്നില്ലേ? വരൂ, വേഗം കഴിക്കില്ലെങ്കിൽ എല്ലാം തീർന്നു പോകും കേട്ടോ. സ്വയം കഴിച്ചാ മതി. എന്താ ചെയ്യുന്നത് നീ? ഞങ്ങളെ കുറിച്ച് വേണ്ടാതെ ഇത് തെറ്റല്ലേ? ആ ദേഷ്യത്തിന് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഓ, ജെറിയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഇനി നോക്കൂ, നിങ്ങൾ തന്ന ഇല ഞാൻ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. നിന്റെ മുഖത്തിൽ എന്താണ് ഒട്ടിയിരിക്കുന്നത് സാം? അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ശരി, ആ ഇല ഒരു മരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ മരം ഐലൻഡിലാണ് ഉള്ളത്. അത് മാത്രമേ എനിക്കറിയാവൂ. അത്രേ ഉള്ളൂ? ഹേയ്, ഈ ക്ലൂ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ നിങ്ങൾ കണ്ടുപിടിച്ചാലും ഒന്ന് പറഞ്ഞയക്കേ. എന്നാലേ ആ ഹാൻസം ചെറുക്കിനെ രക്ഷിക്കാൻ പറ്റൂ. സാരമില്ല, എനിക്ക് എന്ത് ന്യൂസ് കിട്ടിയാലും അത് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഞാൻ അയച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് അറിയാതെ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? വേഗം പറ ജെറി. സൂക്ഷിച്ചു പോകണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ പറയാം.
ഓക്കെ ജെറി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ രക്ഷിക്കാന്നുള്ളത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജെറി മെസ്സേജിൽ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണല്ലോ. ഇത് തന്നെയാണ്. എന്താ നിനക്ക് അതിലൊരു സംശയം? ഈ തൂണ് വളരെ വലുതാണല്ലോ. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം കാണാൻ നിങ്ങൾ എല്ലാവരും തയ്യാറായി കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ഈ സഹകരണമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. നിങ്ങളെ ഞങ്ങൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ ഏത് ഗെയിം ഷോ നടക്കാണെന്നാ തോന്നുന്നത്. വാ നമുക്ക് പോവാം. അവൻ ഇവിടെ ഉള്ള ആളല്ല, തട്ടിക്കൊണ്ട് വന്നല്ലോ ഒരുത്തനാ. അതെ അതെ, അവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അവനെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവരെന്താ ചെയ്യാൻ പോണ? അവനെ അടിക്കുകയാണെങ്കിൽ അവന് സഹിക്കാനാവില്ല. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ, എനിക്ക് പേടിയാവാ. ആ ചെറുക്കൻ പാവം, നമ്മൾ അവനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. കണ്ടില്ലേ അവൻ കരയുന്നത്? ശരി, അവരായിട്ട് എതിരിടണമെങ്കിൽ അതേപോലത്തെ കോസ്റ്റ്യൂം നമുക്ക് ആവശ്യമുണ്ട്. അതറിയോ നിങ്ങൾക്ക്? ഈ കോസ്റ്റ്യൂം കറക്റ്റ് ആയിട്ടില്ലേ? അടിപൊളി. നമുക്ക് 3 പേർക്കും ചേർന്ന് അവരെ നേരിടാം. വരൂ. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. പറയുന്ന കേക്ക്, എന്നെ വിട്ടേക്ക്. ഞാൻ ഒരു പാവമാണ്. വിഷമിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ എത്തി. എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. കടിച്ച് തരിപ്പണമാക്കിയാലും ഭയങ്കര സാമർത്ഥ്യം തന്നെ. എനിക്ക് കുറച്ച് ബ്രേക്ക് വേണം. എന്റെ ഫ്രണ്ടിനെ രക്ഷിക്കണം. ഇവന്മാരുടെ കൂടെ വഴക്കുണ്ടാക്കുന്നത് എളുപ്പമല്ല. എന്നാലും നമ്മൾ തോൽവി സമ്മതിക്കരുത്. ഒന്നിച്ച് ശ്രമിക്കാം. ഓക്കെ, അവർ തമ്മിൽ ഫൈറ്റ് കൊടുപ്പിക്കാം. ഓക്കെ, നല്ല കാര്യം, കറക്റ്റ് ടൈമിനാ വന്നത്. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. ഓക്കെ, നീ വിഷമിക്കണ്ട, ഞങ്ങൾ വന്നില്ലേ. എന്താ അത് ഓടിപ്പോയത്? ചിലപ്പോ ഒന്നിച്ചിരിക്കുന്നവരെ കണ്ട് അവര് പേടിച്ചതായിരിക്കും. നമ്മളിപ്പോ എവിടെയാ? കണ്ടിട്ട് ഇത് ജയിൽ പോലെ ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നല്ല സുന്ദരന്മാര് 2 പേര് കൊള്ളാല്ലേ? അല്ല, നിനക്കെന്താ തോന്നുന്നത്? ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് നോക്കണം. ആദ്യം ഇവരെ രക്ഷിക്കുകയും വേണം. നിങ്ങൾ പറഞ്ഞതുപോലെ എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. നമ്മളെല്ലാരും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോകുക. ഇന്ന് മുതൽ നിങ്ങൾ ഇവിടെ തന്നെ കാണുകയുള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഹേയ്, ഞാൻ ഇതിനു മുമ്പ് നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. നല്ല പരിചയമുള്ളത് അത് പോലെ. ശരിയാ. എന്റെ അച്ഛൻ ആരാന്നറിയോ? ഒരു നാടിന്റെ രാജാവാണ്. അതെയോ? അതാണോ നിനക്ക് ഇത്രക്കും ചാട? എന്റെ അച്ഛൻ എനിക്ക് വേണ്ട കാറ്, ജ്വല്ലറി, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു തരും. പക്ഷെ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. എന്താ നീ പറഞ്ഞത്? അതെ, എനിക്ക് ഒരുപാട് സുന്ദരന്മാരായ ചെറുപ്പക്കാരെയാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അവരെ കടത്തിക്കൊണ്ട് വരുന്നത്. മറ്റൊന്നിലും എനിക്ക് ആഗ്രഹമില്ല. കാരണം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ശരിയല്ലേ?
സത്യം പറഞ്ഞ നിന്റെ ഫ്ലാഷ് ബാക്ക് വളരെ മോശ. നിനക്ക് വട്ടുണ്ടോ? ക്ലോവർ, ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ ഞങ്ങൾ എന്തിനാ അടച്ചിട്ടിരിക്കുന്നത്? തുറന്നു വിടാൻ പാടില്ല നിനക്ക്? ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തുറന്നു വിടുമെന്ന് കരുതണ്ട. മറ്റുള്ളവരെ പോലെ അത്ര മണ്ടിയൊന്നുമല്ല ഞാൻ. എനിക്കെല്ലാം അറിയാം. ഇന്നു മുതൽ നിങ്ങൾ ഇവിടെ തന്നെ കഴിയണം. സത്യം പറയട്ടെ, ഞങ്ങളൊക്കെ വളരെ മോശമായി ഉള്ളവരാ. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വല്ലാതെ ചിരി വരുന്നു. നിങ്ങൾ മോശമായ ആൾക്കാരാന്നല്ലേ പറഞ്ഞത്? എന്നാ കാണാം ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാ ഞങ്ങളെ ബന്ദിയാക്കിയിരിക്കുന്നു പറയാമോ? നിങ്ങളുടെയൊക്കെ ജീവൻ എടുക്കാൻ വേണ്ടി. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് വേണമെങ്കിൽ ക്ലോവറിന്റെ ഡയറി എടുത്ത് ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാലോ? ആ ഡയറിയെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? രക്ഷപ്പെട്ടു. നിനക്ക് ബുദ്ധിയൊന്നുമില്ലേ? നീ എന്തായി കാണിക്കുന്നത്? ഓക്കേ, സോറി. നിങ്ങളൊരു ബുദ്ധിമാനാ. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. ഞാനിത് എത്തി. നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. പക്ഷെ ഡയറിയിൽ ഇനി അങ്ങനെ എഴുതില്ല എന്ന് പറ. അതിലെന്താ സംശയം ഫ്രണ്ട്സ്? ആദ്യം എന്നെ ഒന്ന് രക്ഷിക്കൂ. നമ്മൾ ഒന്നിച്ച് നിന്നാലേ ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. വേഗാവട്ടെ, വെറുതെ വഴക്കിടാതെ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. എന്നാലേ ഏതൊരു ശക്തി വന്നാലും നമുക്ക് തടയാനാകും. ശരിയാ നീ പറഞ്ഞത് സാം. ഇത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഒന്നിച്ചിരിക്കുന്ന എത്ര നല്ല കാര്യമല്ലേ? ഞാൻ എപ്പോഴും അത് തന്നെയാ പറയുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ കാണിക്കുന്ന. മനസ്സിലായോ? ഓക്കേ, എനിക്ക് മനസ്സിലായി. അതിനകത്ത് ഇവിടെയുള്ളവൻ എവിടെ പോയി കാണും? ശരി, ഓക്കെ, നമ്മുടെ പണി തുടങ്ങാം. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഇതെന്താ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? പോ, അവരെയൊക്കെ നശിപ്പിക്ക. വേഗം ആവട്ടെ. ഏയ്, എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഏയ്, എന്നെ വിടാനാ പറഞ്ഞത്. അവള് വിടണ്ട, അങ്ങനെ തന്നെ പിടിക്കേ. വെൽ ഡൺ ഗേൾസ്, എല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടുത്തിയതിന് വളരെ നന്ദി. വെൽ ഡൺ. ഇനിയെങ്കിലും വഴക്കുണ്ടാക്കാതിരിക്കണം. അവിടെ തന്നെ നിക്ക്. പ്ലീസ്, വീണ്ടും ആ ഡയറിയെ കുറിച്ച് സംസാരിക്കരുത്. എനിക്ക് ഇപ്പൊ മനസ്സിലായോ? ശരി, ഞാൻ സോറി ചോദിക്കുന്നു. എന്തായി പറഞ്ഞത്? അതെ, നിന്റെ ഡയറി വായിച്ചത് വലിയ തെറ്റ് തന്നെയാ. ദേഷ്യം കൊണ്ട് അങ്ങനെ ചെയ്തത്. ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. അത് മാത്രമല്ല, വഴക്കൂടിയപ്പോ നമ്മൾ 3 പേരും തനിച്ചായില്ലേ? എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും നമ്മൾ ഒന്നിച്ചായല്ലോ. എനിക്കിപ്പോ ഒരുപാട് സന്തോഷായി. നിങ്ങൾ എന്നെ ക്ഷമിക്കുന്നു ഞാൻ കരുതിയതല്ല. അല്ല, എന്റെ ഡയറി തിരിച്ചു തന്നില്ലല്ലോ. ഓ സോറി, അത് എന്റെ അടുത്തുണ്ടായിരുന്നു. നിനക്ക് തരണമെന്ന് വിചാരിച്ച മറന്നുപോയി. ആരും ഇനി ഓപ്പൺ ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ലോക്കൻ കീ ഇട്ടിരിക്കുകയാണ്. കണ്ടോ? താങ്ക് യു ഫ്രണ്ട്സ്. ഞാനിത് ഒരിക്കലും മറക്കില്ല. നിങ്ങളെ പോലെ എന്റെ ഡയറിയും വളരെ ഭംഗിയുള്ളതാ. നിങ്ങളെ കുറിച്ച് സത്യം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല, തെറ്റെഴുതിയാലും വിശ്വസിക്കുന്നില്ല. പ്ലീസ്, എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കോ? ഹായ് ക്ലോവർ, നീ എന്റെ ഫ്രണ്ട് ആണ്. അത് എന്റെ ശബ്ദമല്ലേ? അത് ഞാൻ പാടിയ പാട്ടല്ലേ? ക്ലോവർ, സത്യത്തിൽ ഞാനല്ല ഇത് ചെയ്തത്, വേറെ ആരോ ആണ്. പ്ലീസ് വിശ്വസിക്കൂ, എന്നോട് ക്ഷമിക്കൂ.